എടാ ഞാൻ ആ പഴയ സ്പോർട്സ് കാരനല്ലേ, എനിക്ക് ക്ലാസ്സിൽ തന്നെ കയറിയത് ഓർമ്മയില്ല. പിന്നെയാണ് വിഷ്ണു. നിനക്ക് അവന്റെ ബാത്റൂം വെച്ചിട്ട് ഓർമ്മയുണ്ടോ? ബോധമില്ല തന്നെ എല്ലാരും കൂടി ബാത്റൂം എടുത്തോണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? അതെനിക്ക് ഓർമ്മയുണ്ട്. ബോധം വന്നപ്പോഴേ നീ അവന് തിരിച്ചടിക്കാന്നൊരു വാക്ക് തന്നിരുന്നു, അത് ഓർമ്മയുണ്ടോ? അതെനിക്ക് വലിയ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടിയോണ്ട് എനിക്കാണ് എന്തായാലും തിരിച്ചടിക്കണം. ബോധമില്ലാത്തപ്പോ കൊടുത്താൽ മതിയായിരുന്നു. എന്ത് വേദനയാന്നറിയോ? നീ എന്ത് ഇങ്ങനെ ഇരിക്കണേ? എന്റെ ഡ്രൈവിംഗ് അത്ര മോശമായിരുന്നോ? അതല്ലടാ ഞാൻ ആലോചിക്കുന്നത്, ഈ അലീന ഇത് എന്ത് കണ്ടിട്ട് ഈ കോന്തനെ കിട്ടുന്ന. നീ സ്പോർട്സ് മാനല്ലടാ പണ്ടത്തെ. സ്പോർട്സ്മാൻ സൂപ്പർമാൻ ഒന്നല്ലല്ലോ. എടാ ഞാനോളും കുറെ നാള് പ്രേമിച്ചു കിടന്നല്ലേ, അതാളുകൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവളിവനെ കെട്ടുകയാണെങ്കിൽ അതിന്റെ ഇമേജിനെ നന്നായിട്ട് ബാധിക്കും. ഇവ കുറച്ച് സ്റ്റാൻഡേർഡിൽ ഒരുത്തിന് നോക്കാൻ പാടില്ല. അതാണ് എന്റെ പ്രശ്നം. പ്രതികാരം തീർക്കണം നമുക്ക്. എടാ ഈ വിളിക്കാത്ത പരിപാടിക്കൊക്കെ ഞാൻ വരേണ്ട വല്ല കാര്യണ്ടാ? നമ്മളൊരു തുള്ളി മദ്യപാനല്ല, അവന് ഇട്ടിക്കണം. 10 കൊല്ലം ദേഷ്യം അവന് ഇട്ടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, മനസ്സിലായ? മദ്യപാനം നെഹിഹേ. കള്ളും കൂടെ നീ പറയണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവള് നിന്റെ കണ്ണീര് കാണാതിരിക്കാൻ ഇഷ്ടാണെന്ന് പറഞ്ഞതാണെന്ന്. ഒന്ന് പോയടാ, ഒന്ന് അവക്കാണ് നഷ്ടം. പിന്നെ അവളോടുള്ള ഗ്രഡ്ജ് വെച്ച് ആ കല്യാണത്തിന്റെ പരിപാടിക്ക് പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. എന്റെ അളിയ, ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്നിട്ട് വേണം ചില സത്യങ്ങളൊക്കെ തെളിയിക്കാൻ. അവരൊക്കെ എവിടെയാണോ? വാ ഇറങ്ങാം. കഴിച്ച മന്തി തയ്ച്ച് തന്തനെ വീണ്ടും വിളിക്കണ വേണ്ട. എവിടെയായിരുന്നു? തന്ത പറഞ്ഞല്ലോ കക്കൂസിലെന്തോ വലിയ ചർച്ചയാന്ന്. ചർച്ചല്ലടാ പിശാച ഛർദി. എങ്കിടെ പെട്ടിരുള്ളിക്ക പുറകിപ്പോ പെട്ടില്ല പില്ലേക്ക്. എടാ അളിയന്റെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച അങ്ങേരെ പിള്ളേരായിരിക്കുന്നു. അതാവുമ്പോ പിന്നെയും കുഴപ്പമില്ല. എന്താണ് കവറില്? ഇത് കഞ്ചാവിന്റെ കുറച്ച് വിത്ത് കിട്ടിയത്. എടാ അതൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞ് പോലീസ് കേസ് എടുക്കും. അതിന് ഞാനല്ല, എന്റെ അച്ഛനാണ് ഇതൊക്കെ ചെയ്യാറ്. അങ്ങേര് ചേരെടുക്കണേന്ന് ഞാൻ കുറച്ച് പൂവും കായൊക്കെ തപ്പിപ്പിടിച്ച് നല്ല നാടൻ പശുവും പാലില് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി കുടിച്ചു. പഴയ പ്രാന്തിനൊരു മാറ്റില്ല അല്ലേ? വലിയ തലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷെ അപ്പൊ തൊട്ട് ഒടുക്കത്തെ വയറുവേദന, ഛർദിയോട് ഛർദിയാ. ഈ കാറിലൊന്നും ഛർദിക്കല്ലേ, അളിയന്റെ വണ്ടിയാണ്. ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചാ. അതിന് നിന്റെ ഈ പരട്ട കാറിലല്ല ഞാൻ ഛർദിക്കണത്, അതിനല്ലേ ഞാൻ ഈ ഗൗരവം കണ്ടത്. അതെന്നെ പറഞ്ഞ ഇവിടെ പറ്റില്ലാന്ന്. എനിക്ക് ആരെങ്കിലും ഛർദിക്കണ സ്മെല്ല് കേട്ടാലുണ്ടല്ലോ എനിക്ക് വാള് വരും. തന്ത വൈബായിട്ട് പുണ്ട സ്വഭാവത്തിന് മാറ്റില്ല നിനക്ക്. സോജൻ പറ്റിച്ച പാലിന്റെ 650. അയ്യോ മാഡം. ഹലോ, പറഞ്ഞോ. ഇന്നവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ വർക്ക്? പാലടയുടെ